നമസ്കാരം, ഞാൻ അനു. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ദേശീയ ജിംനാസ്റ്റിക്സ് മെഡൽ വാരിക്കൂട്ടി കേരളം. അഖിലേന്ത്യാ അന്തർ സർവകലാശാല ത്രീസ് ബാസ്കറ്റ്ബോൾ വനിതകളിൽ MG സർവകലാശാലയും പുരുഷന്മാരിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയും ചാമ്പ്യന്മാർ. ദക്ഷിണേന്ത്യ അന്തർ സർവകലാശാല വനിതാ കൊക്കോ കിരീടം കാലിക്കറ്റിന്. ആരോഗ്യകരമായ സമൂഹത്തിലേക്കും സുസ്ഥിരമായ ഭാവിയിലേക്കും വഴിയൊരുക്കി ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ ആസ്ഥാനം സന്ദർശിച്ച് സായി ഡെപ്യൂട്ടി ഡയറക്ടർ ഹിമ ബിന്ദു. സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി വനിതാ ഫുട്ബോൾ കിരീടത്തിൽ മുത്തമിട്ട് കാലിക്കറ്റ് സർവകലാശാല. സംസ്ഥാന കിഡ്സ് ബാസ്കറ്റ്ബോൾ കോഴിക്കോടും ആലപ്പുഴയും ചാമ്പ്യന്മാർ. സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ MG സർവകലാശാല ചാമ്പ്യന്മാർ. ദേശീയ സബ് ജൂനിയർ നെറ്റ്ബോൾ കേരളത്തിന് വെള്ളിയും വെങ്കലവും. ദേശീയ ഹാൻഡ്ബോൾ കിരീടം കേരളത്തിന്. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സൂറത്തിൽ വെച്ച് നടന്ന ദേശീയ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ മെഡൽ വേട്ട. 3 സ്വർണവും 4 വെള്ളിയും 8 വെങ്കലവുമായി 15 മെഡലുകളാണ് കേരളം നേടിയത്. ദേശീയ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വനിതകളുടെ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ കേരളത്തിന്റെ അമാനി ദിൽഷാദ് വെള്ളി നേടി. സീനിയർ പുരുഷന്മാരുടെ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ സ്റ്റീൽ റിംഗ് വിഭാഗത്തിൽ സ്വാദിഷ് KP വെങ്കലവും നേടി. തുടക്കത്തിൽ സ്വർണം നേടിയ സ്വാദിഷിന് സ്കോറിംഗിലെ ടെക്നിക്കൽ പ്രശ്നം കാരണം വെങ്കലമാവുകയായിരുന്നു. സീനിയർ പുരുഷന്മാരുടെ പൊമ്മൽ ഹോർസിൽ ഹരികൃഷ്ണൻ JS സ്വർണം നേടി ദേശീയ ഗെയിംസിന്റെ യോഗ്യതയും സ്വന്തമാക്കി. ജൂനിയർ പൊമ്മൽ ഹോർസിൽ മിഥുൻ V നായർ സ്വർണം കരസ്ഥമാക്കി. 12.267 പോയിന്റ് നേടിയാണ് സ്വർണ്ണ നേട്ടം. സബ് ജൂനിയർ ആൺകുട്ടികളുടെ പൊമ്മൽ ഹോർസിൽ ശ്രീരാഗ് വെള്ളി നേടി. ശ്രീരാഗിന്റെ ആദ്യ ദേശീയ മെഡലാണിത്. സബ് ജൂനിയർ ആൺകുട്ടികളുടെ ട്രാംപോളിംഗ് വിഭാഗത്തിൽ ധ്രുവ് Aയും ജൂനിയർ പെൺകുട്ടികളുടെ ട്രാംപോളിംഗ് വിഭാഗത്തിൽ രാജലക്ഷ്മിയും വെങ്കലം നേടി. സീനിയർ വനിതകളുടെ ട്രാംപോളിംഗ് വിഭാഗത്തിൽ അൻവിത സച്ചിനും പുരുഷ വിഭാഗത്തിൽ മനു മുരളിയും വെള്ളി നേടി. സീനിയർ ട്രാംപോളിംഗ് ടീം ഇനത്തിൽ കേരളം വെങ്കലം നേടി. അനിൽ രാജേന്ദ്രൻ TR, സൂരജ് AN, യദുരാജ്, മനു മുരളി എന്നിവർ ഉൾപ്പെട്ടതാണ് ടീം. ദേശീയ ഗെയിംസിനുള്ള യോഗ്യതയും ടീം സ്വന്തമാക്കി. സീനിയർ പുരുഷന്മാരുടെ ഡംബ്ലിംഗിൽ മുഹമ്മദ് നിബ്രാസ് ഹക്ക് സ്വർണം നേടി ദേശീയ ഗെയിംസിന് യോഗ്യത സ്വന്തമാക്കി. സീനിയർ അക്രോബാറ്റിക് ജിംനാസ്റ്റിക് വനിതാ ബാലൻസ് ഇനത്തിലും ഡൈനാമിക് ഇനത്തിലും ലക്ഷ്മി B നായർ, പൗർണമി ഹരീഷ് കുമാർ സഖ്യം വെങ്കലം നേടി. സീനിയർ അക്രോബാറ്റിക് പുരുഷ ഗ്രൂപ്പ് ഇനത്തിൽ മുഹമ്മദ് അജ്മൽ K, മുഹമ്മദ് സൊഫാൻ PK, സ്വാതിക് MB, ഷിറിൽ റുസ്മാൻ PS സഖ്യം വെങ്കലം സ്വന്തമാക്കിയപ്പോൾ സീനിയർ മിക്സഡ് പെയർ വിഭാഗത്തിൽ പാർവതി B നായർ, ഫസൽ ഇംതിയാസ് സഖ്യം വെങ്കലം നേടി. ജർമ്മനിയിൽ നടക്കുന്ന വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ട്രീസ് ബാസ്കറ്റ്ബോളിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കാൻ യോഗ്യത നേടി ജെയിനും MGയും. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലെ വിജയികളാണ് ഇരുവരും. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ നടന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ത്രീസ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വിഭാഗത്തിൽ MG സർവകലാശാല ചാമ്പ്യന്മാർ. ഫൈനലിൽ ചെന്നൈ SRM സർവകലാശാലയെ 21-4 തോൽപ്പിച്ചത്. 3-ാം സ്ഥാനത്തിലുള്ള മത്സരത്തിൽ മദ്രാസ് സർവകലാശാലയെ 21-8 പരാജയപ്പെടുത്തി കാലിക്കറ്റ് വനിതകൾ 3-ാം സ്ഥാനവും നേടി. MG സർവകലാശാലയിലെ അക്ഷയ ഫിലിപ്പ് മികച്ച വനിതാ താരമായി. പുരുഷ വിഭാഗത്തിൽ ബാംഗ്ലൂർ ജെയിൻ യൂണിവേഴ്സിറ്റി കോട്ട സർവകലാശാലയെ പരാജയപ്പെടുത്തി പുരുഷ കിരീടം നേടി. SRM യൂണിവേഴ്സിറ്റിക്കാണ് 3-ാം സ്ഥാനം. സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി വനിതാ കൊക്കോ കിരീടം സ്വന്തമാക്കി കാലിക്കറ്റ് സർവകലാശാല. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ കൊക്കോ ചാമ്പ്യൻഷിപ്പിലേക്ക് കാലിക്കറ്റ്, മാംഗ്ലൂർ, മൈസൂർ, മാണ്ഡ്യ സർവകലാശാലകളും യോഗ്യത നേടി. സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി വനിതാ കൊക്കോ കിരീടം സ്വന്തമാക്കി കാലിക്കറ്റ് സർവകലാശാല. അവസാന ലീഗ് റൗണ്ടിൽ തോൽവികളൊന്നും വഴങ്ങാതെ 9 പോയിന്റുകളുമായാണ് കാലിക്കറ്റ് ചാമ്പ്യന്മാരായത്. 2 വിജയങ്ങളും 1 തോൽവിയും വഴങ്ങി 6 പോയിന്റുകളുമായി മാണ്ഡ്യ യൂണിവേഴ്സിറ്റി കർണാടക 2-ാം സ്ഥാനം നേടി. വിജയങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഓരോ പോയിന്റുമായി സമനിലയിൽ നിന്നിരുന്ന മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയും മൈസൂർ യൂണിവേഴ്സിറ്റിയും 3-ാം സ്ഥാനത്തിന് വേണ്ടി നടന്ന പോരാട്ടത്തിൽ മിനിമം ചേസ് രീതിയിൽ ടൈ ബ്രേക്കിലൂടെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി 3-ാം സ്ഥാനത്തിന് അർഹത നേടി. 4 യൂണിവേഴ്സിറ്റികളും അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ കൊക്കോ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടി. ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ് ട്യൂസ്ഡേ പരിപാടി സംഘടിപ്പിച്ച് സായി LNCP തിരുവനന്തപുരം. പെഡൽ ഫോർ ഫിറ്റ്നസ് ആൻഡ് പൊല്യൂഷൻ ഫ്രീ ഫ്യൂച്ചർ എന്നതാണ് ഇത്തവണത്തെ ആശയം. സായി LNCP തിരുവനന്തപുരം സെന്ററിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ് ട്യൂസ്ഡേ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവും നിലവിലെ ഇന്ത്യൻ സൈക്ലിംഗ് ടീം പരിശീലകനുമായ കെവിൻ സീറോ, മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു IAS എന്നിവർ സംയുക്തമായി ഫ്ലാഗ് ഓഫ് ചെയ്തു. മുൻ DGP ഋഷിരാജ് സിംഗ് IPS ചടങ്ങിൽ മുഖ്യാതിഥിയായി. LNCP പ്രിൻസിപ്പൽ റീജിയണൽ ഹെഡ് ഡോക്ടർ G കിഷോർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സായി LNCPയുടെ നേതൃത്വത്തിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ, കേരള സ്പോർട്സ് യുവജന കാര്യാലയം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, കേരള സൈക്ലിംഗ് അസോസിയേഷൻ,
ജില്ലാ സ്പോർട്സ് കൗൺസിൽ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാര്യവട്ടം സായി LNCP ക്യാമ്പസിൽ നിന്ന് ആരംഭിച്ച് കഴക്കൂട്ടം ടെക്നോ പാർക്ക് വഴി തിരിച്ച് സായി LNCP ക്യാമ്പസ് വരെയുള്ള 5 കിലോമീറ്ററായിരുന്നു ഫിറ്റ് ഇന്ത്യയുടെ ഭാഗമായി സൈക്ലിംഗ് നടന്നത്. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു IAS, മുൻ DGP ഋഷിരാജ് സിംഗ് IPS, LNCPE പ്രിൻസിപ്പൽ റീജിയണൽ ഹെഡ് ഡോക്ടർ G കിഷോർ എന്നിവരും കുട്ടികൾക്കൊപ്പം സൈക്കിൾ റാലിയിൽ പങ്കെടുത്തു. പെഡൽ ഫോർ ഫിറ്റ്നസ് ആൻഡ് പൊല്യൂഷൻ ഫ്രീ ഫ്യൂച്ചർ എന്ന ആശയം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിലുടനീളം ഇത്തവണത്തെ പരിപാടി സംഘടിപ്പിച്ചത്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ ആസ്ഥാനം സന്ദർശിച്ച് സായി ഡെപ്യൂട്ടി ഡയറക്ടർ ഹിമ ബിന്ദു. കേരള ഒളിമ്പിക് അസോസിയേഷനും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു പ്രധാന ചുവടുവെപ്പാണ് ഈ സന്ദർശനം. കേരളത്തിലെ കായിക രംഗത്തിന്റെ നിലവിലെ സ്ഥിതിയെ വിലയിരുത്തുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ ഹിമ ബിന്ദു കേരള ഒളിമ്പിക് അസോസിയേഷൻ ആസ്ഥാനം സന്ദർശനം നടത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി കേരളത്തിലെ നിലവിലുള്ള കായിക പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും വിശദമായി വിലയിരുത്തുകയും സംസ്ഥാനത്തിന്റെ കായിക മേഖലയുടെ വളർച്ചയ്ക്കുള്ള സാധ്യതകളും തന്ത്രങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്തു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, ജനറൽ സെക്രട്ടറി എസ് രാജീവ്, വൈസ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ SN രഘുചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കേരളത്തിലെ കായിക മികവ് ഉയർത്തുന്നതിനും കായിക താരങ്ങളുടെ ഭാവി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സംയുക്ത പ്രതിബദ്ധത ഈ ചർച്ചകൾ ഉറപ്പാക്കി. തുടർന്ന് കേരള സ്പോർട്സ് അസോസിയേഷൻ മെമ്പേഴ്സ് സോഷ്യൽ വെൽഫെയർ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിലും സന്ദർശനം നടത്തി. നിലവിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നു. സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി വനിതാ ഫുട്ബോൾ കിരീടത്തിൽ മുത്തമിട്ട് കാലിക്കറ്റ് സർവകലാശാല. ചരിത്രത്തിൽ ആദ്യമായാണ് കാലിക്കറ്റ് വനിതാ ടീം ദക്ഷിണ മേഖലാ ജേതാക്കളാകുന്നത്. അളഗപ്പ സർവകലാശാലയിൽ നടന്ന സൗത്ത് സോൺ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കിരീടം. സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടിയ 4 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 7 പോയിന്റ് നേടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാമതെത്തിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് കാലിക്കറ്റ് വനിതാ ടീം ദക്ഷിണ മേഖല ജേതാക്കളാവുന്നത്. ഫാറൂഖ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം തലവൻ ഡോക്ടർ ഇർഷാദ് ഹസൻ C ആണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ. ജസീല ഇളയടത്താണ് സഹപരിശീലക. ഗ്രൂപ്പിൽ മദ്രാസ് സർവകലാശാല 2ാമതും വെയിൽസ് സർവകലാശാല ചെന്നൈ 3ഉം അണ്ണാമലൈ സർവകലാശാല 4ാമതുമായി ഫിനിഷ് ചെയ്തു. 3ാമത് സംസ്ഥാന കിഡ്സ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴയും ചാമ്പ്യന്മാർ. സംസ്ഥാന കിഡ്സ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ ഫൈനലിൽ കോട്ടയത്തെ 56-23 തോൽപ്പിച്ചാണ് കോഴിക്കോട് കിരീടം ചൂടിയത്. 22 പോയിന്റുമായി കോഴിക്കോടിന്റെ ഹരിനന്ദ് ടോപ്പ് സ്കോററായി. പെൺകുട്ടികളുടെ ഫൈനലിൽ ആലപ്പുഴ എറണാകുളത്തെ 39-31 പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കി. ആലപ്പുഴയ്ക്ക് വേണ്ടി 15 പോയിന്റുമായി കീർത്തന പ്രസാദും 13 പോയിന്റുമായി അന്ന ഇൽസ ജോർജും വിജയത്തിന് പ്രധാന പങ്കുവഹിച്ചു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോട്ടയവും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരവും വെങ്കലം നേടി. ചെന്നൈയിൽ നടന്ന സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ MG സർവകലാശാല ചാമ്പ്യന്മാർ. സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയെ പരാജയപ്പെടുത്തി MG സർവകലാശാല ചാമ്പ്യന്മാർ. ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടിയ ഇരു ടീമുകളും 2 വിജയങ്ങളുമായി പോയിന്റ് പട്ടികയിൽ തുല്യരായിരുന്നു. ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന അവസാന മത്സരത്തിൽ 2-4 ഗോളുകൾക്കാണ് ആതിഥേയരായ കാലിക്കറ്റിനെ MG പരാജയപ്പെടുത്തിയത്. 3ാം സ്ഥാനക്കാരെ നിശ്ചയിക്കുന്നതിനുള്ള മത്സരത്തിൽ ജോയ് യൂണിവേഴ്സിറ്റി 1-4 ഗോളുകൾക്ക് അണ്ണാമല യൂണിവേഴ്സിറ്റിയെ പരാജയപ്പെടുത്തി. 4 ടീമുകളും ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടി. ദേശീയ സബ് ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വെള്ളിയും വെങ്കലവും. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വെള്ളിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വെങ്കലവുമാണ് കരസ്ഥമാക്കിയത്. ദേശീയ സബ് ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വെള്ളിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വെങ്കലവും നേടി. ആൺകുട്ടികളുടെ ഫൈനലിൽ കേരളം തമിഴ്നാടിനോട് 18-19 എന്ന സ്കോറിന് പരാജയപ്പെട്ടു. സെമിയിൽ കരുത്തരായ ഹരിയാനയെ 20-18 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ആൺകുട്ടികൾ ഫൈനലിൽ യോഗ്യത നേടിയത്. വെങ്കല മെഡലിനുള്ള പെൺകുട്ടികളുടെ മത്സരത്തിൽ കേരളം ഹരിയാനയെ പരാജയപ്പെടുത്തി. 25-23 എന്ന സ്കോറിനായിരുന്നു ജയം. 53ാമത് ദേശീയ പുരുഷ ഹാൻഡ്ബോൾ കിരീടം കേരളത്തിന്. കരുത്തരായ ഛത്തീസ്ഗഡിനെ തോൽപ്പിച്ചാണ് കേരളം കിരീടം നേടിയത്. വിജയത്തിലൂടെ ചരിത്ര നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നടന്ന പുരുഷ ഹാൻഡ്ബോൾ ഫൈനലിൽ കേരളം ഛത്തീസ്ഗഡിനെ 34-31 തോൽപ്പിച്ചത്. പുരുഷ സീനിയർ വിഭാഗത്തിൽ കേരളത്തിന്റെ ആദ്യ കിരീടമാണിത്. ചാമ്പ്യൻഷിപ്പിൽ തോൽവി അറിയാതെയാണ് കേരളം കിരീടം ചൂടിയത്. സെമി ഫൈനലിൽ കേരളം ശക്തരായ സർവീസസിനെ 23-21 തോൽപ്പിച്ചാണ് ഫൈനലിലെത്തിയത്. കേരള ക്യാപ്റ്റൻ രാഹുൽ ചാമ്പ്യൻഷിപ്പിലെ മികച്ച ഗോൾ കീപ്പറും, സുജിത് മികച്ച ലെഫ്റ്റ് വിങ്ങറും, ഗ്രീലിഷ് ബിവുണ മികച്ച പീവട്ടും, ദേവേന്ദ്ര സിംഗ് മികച്ച താരവുമായി. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിനുള്ള വനിതാ ബീച്ച് ഹാൻഡ്ബോൾ ടീം സെലക്ഷൻ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ വെച്ച് നടന്നു. നിരവധി താരങ്ങൾ സെലക്ഷനിൽ പങ്കെടുത്തു. ഗോവൻ ദേശീയ ഗെയിംസിലെ വെള്ളി മെഡൽ ജേതാക്കളാണ് കേരള ടീം.
49ാമത് സബ് ജൂനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തിന് വെങ്കലം. വെങ്കലത്തിനായുള്ള പോരാട്ടത്തിൽ തെലങ്കാനയെ 71-26 എന്ന പോയിന്റിന് തോൽപ്പിച്ചാണ് കേരളം വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. 14 പോയിന്റ് നേടിയ അക്ഷരയാണ് ടോപ്പ് സ്കോറർ. ദേശീയ ഗെയിംസിനുള്ള പുരുഷ വനിതാ വോളിബോൾ ടീം സെലക്ഷൻ എറണാകുളത്ത് വെച്ച് നടന്നു. ജില്ലാ തലത്തിൽ നടത്തിയ സെലക്ഷന് ശേഷം നടന്ന സംസ്ഥാനതല സെലക്ഷനിൽ നിരവധി താരങ്ങൾ പങ്കെടുത്തു. സെലക്ഷൻ ലഭിച്ച താരങ്ങളായിരിക്കും ദേശീയ ഗെയിംസിൽ കേരള ടീമിനായി മത്സരിക്കുക. തിരുവനന്തപുരം പ്രീമിയർ ടെന്നീസ് ലീഗിന്റെ 10ാം പതിപ്പ് താരലേലം കവടിയാർ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബിൽ നടന്നു. 8 ടീമുകളായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കുക. 35ാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ അൽക്ക സണ്ണിക്ക് വെള്ളി. കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. കാവേരി ക്രോസിൽ നടന്ന അണ്ടർ 50 സൗത്ത് ഇന്ത്യ റെസ്ലിംഗ് മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടി കേരളം. ആൺകുട്ടികളുടെ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിൽ 2ാം സ്ഥാനവും പെൺകുട്ടികളുടെ ഗ്രീക്കോ റോമൻ റെസ്ലിംഗിൽ 3ാം സ്ഥാനവും കേരളം കരസ്ഥമാക്കി. കോഴിക്കോട് വെച്ച് നടന്ന 9ാമത് സംസ്ഥാന ട്രയാത്ലൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ശ്രീദത്ത് സുധീർ 1ാം സ്ഥാനം നേടി. ഫ്രാൻസ് JK 2ഉം നബാൻ NK 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ ഹരിപ്രിയ S 1ാമതെത്തിയപ്പോൾ സന്തേജ 2ഉം സേതുലക്ഷ്മി 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ട്രയാത്ലൺ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചാമ്പ്യൻഷിപ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് വിനു കൈമൾ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനം നൽകി. മെജോ മെമ്മോറിയൽ ആക്സിലേറ്റർ കപ്പിൽ DYES ബാംഗ്ലൂർ ചാമ്പ്യന്മാർ. ഫൈനലിൽ CHA കൊച്ചിയെ 1-6 ഗോളുകൾക്ക് തോൽപ്പിച്ചു. 3ാം സ്ഥാനത്തിനുള്ള മത്സരത്തിൽ ആക്സിലേറ്ററിനെ ഇന്ത്യൻ ബാങ്ക് ചെന്നൈ പരാജയപ്പെടുത്തി. മലയാളി നീന്തൽ താരം സജൻ പ്രകാശും ബാഡ്മിന്റൺ പരിശീലകൻ S മുരളീധരനും 2024 ദേശീയ കായിക അവാർഡിന് അർഹരായി. സജന് അർജുന അവാർഡും മുരളീധരന് ദ്രോണാചാര്യ അവാർഡും ലഭിക്കും. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.